ഒന്ന് ക്ഷമിക്കാൻ തയ്യാറായിരുന്നെങ്കിൽ ആ യുവാവ് ഇന്നും ജീവനോടെ കാണുമായിരുന്നു. എന്നാൽ മദ്യലഹരിയിൽ പിശാചുക്കളായി മാറിയ CISF ഉദ്യോഗസ്ഥർക്ക് അതിന് കഴിഞ്ഞില്ല. ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷകളെയാണ് ആ 2 CISF ഉദ്യോഗസ്ഥർ ഇല്ലാതാക്കി കളഞ്ഞത്. അങ്കമാലി തുറവൂർ അരിശ്ശേരിയിൽ ഐവിൻ ജിജോയാണ് കൊല്ലപ്പെട്ടത്. അമ്മയുടെയും അച്ഛന്റെയും പൊന്നുമോൻ. കൈ വളരുന്നോ കാല് വളരുന്നോ എന്ന് നോക്കി ഓമനിച്ച് ലാളിച്ചു വളർത്തിയ പൊന്നുമോൻ. ബൈക്കിൽ യാത്ര ചെയ്താൽ ഒരുപക്ഷെ നായ കുറുകെ ചാടി ആക്സിഡന്റ് പറ്റുമോ മറ്റെന്തെങ്കിലും അപകടം പറ്റുമോ എന്ന് കരുതി കാറ് നൽകി അയക്കുന്ന അമ്മ. നീ ബൈക്കിൽ യാത്ര ചെയ്യണ്ട, കാറിൽ യാത്ര ചെയ്താൽ മതി, കുറച്ച് എക്സ്പെൻസ് അധികമാകും, എന്നാലും ഞങ്ങൾക്ക് നിന്റെ ജീവനാണ് വലുത് എന്ന് കരുതി മകന്റെ സുരക്ഷയ്ക്ക് മുൻകരുതൽ നൽകുന്ന അമ്മയും അച്ഛനും. അവന്റെ ജീവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന അമ്മ. അത്രയേറെ കരുതലും സ്നേഹമുള്ള മാതാപിതാക്കൾക്ക് മുമ്പിലേക്കാണ് മകന്റെ ചേതനയേറ്റ ശരീരം എത്തിയത്. അത് ഒരു ആക്സിഡന്റ് അല്ല. അവനെ കണ്ണും മനസ്സുമില്ലാത്ത 2 മൃഗങ്ങൾ കൊന്നിരിക്കുന്നു. മകന്റെ ദാരുണമായ അന്ത്യമോർത്ത് നെഞ്ചുപൊട്ടി കരയുന്ന മാതാപിതാക്കൾ. അവരെയൊന്ന് ആശ്വസിപ്പിക്കാൻ പോലും കഴിയാതെ ഉറ്റവരും ഉടയവരും. നെടുമ്പാശ്ശേരിയിൽ വിമാന കമ്പനികൾക്ക് ഭക്ഷണം തയ്യാറാക്കി നൽകുന്ന സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഐവിൻ വീട്ടിൽ നിന്ന് ജോലിസ്ഥലത്തേക്ക് പോകുകയായിരുന്നു. ഇതിനിടയിലാണ് നെടുമ്പാശ്ശേരി നായത്തോട് ഭാഗത്ത് വെച്ച് CISF ഉദ്യോഗസ്ഥരുമായി കാറുകൾ ഉരസിയതുമായി ബന്ധപ്പെട്ട് തർക്കമുണ്ടാകുന്നത്. ഫുഡ് ക്രാഫ്റ്റിൽ ഏറെ കമ്പമുള്ള ഐവിൻ വളരെ ആസ്വദിച്ചാണ് തന്റെ ജോലി ചെയ്തിരുന്നത്. വിദേശ ജോലിയായിരുന്നു ഐവിന്റെ സ്വപ്നം. അതിനുവേണ്ടി അവൻ കഠിനാധ്വാനം ചെയ്യുമായിരുന്നു. ജോലി സ്ഥലത്തേക്ക് ഡ്യൂട്ടിക്ക് പോകും വഴി റോഡിൽ തർക്കം ഉണ്ടായപ്പോൾ തന്നെ ഓഫീസിലേക്ക് വിളിച്ച് കുറച്ച് സമയം വൈകുമെന്നും ചെറിയൊരു പ്രശ്നമുണ്ടായി എന്നും അറിയിച്ചിരുന്നു. ജോലി സ്ഥലത്തും നാട്ടിലും വീട്ടിലുമൊക്കെ നല്ല സ്വഭാവമുള്ള പയ്യൻ. ചിരിച്ചുകൊണ്ട് മാത്രമേ അവൻ സംസാരിക്കൂ. അവൻ എപ്പോഴും ശാന്ത സ്വഭാവക്കാരനാണ്. അധികമൊന്നും ദേഷ്യം പിടിക്കാറില്ല. പക്ഷേ അന്നെന്താണ് സംഭവിച്ചത്? അവൻ പൊന്നുപോലെ കൊണ്ടു നടക്കുന്ന കാറ് അന്നും കഴുകി വൃത്തിയാക്കിയതാണ്. ആ കാറിന്മേലാണ് IVFI ഉദ്യോഗസ്ഥർ വന്ന് മനഃപൂർവ്വം ഉരസിയത്. അത് ഐവിന് അങ്ങേയറ്റം വേദനയുണ്ടാക്കി. അതുകൊണ്ട് മാത്രമാണ് അവൻ പ്രതികരിച്ചത്. ഉദ്യോഗസ്ഥരുടെ അഹങ്കാരം പിടിച്ച സംസാരവും മറ്റും വീഡിയോയിൽ പകർത്താനും നോക്കി. അതും ഉദ്യോഗസ്ഥരെ പ്രകോപിതരാക്കി. ബുധനാഴ്ച രാത്രി 9:30-ഓടെയാണ് ഐവിൻ വീട്ടിൽ നിന്നും ഇറങ്ങിയത്. പ്രദേശത്ത് രാത്രിയിൽ തെരുവുനായ ശല്യം രൂക്ഷമായതിനാൽ കാറിൽ പോയാൽ മതിയെന്ന് മാതാപിതാക്കളുടെ നിർദ്ദേശമുണ്ട്. 10-നും 11-നും ഇടയിലാണ് സംഭവമുണ്ടായത്. രാത്രി 12:30-ഓടെ പിതാവ് ജിജോയുടെ ഫോണിലേക്ക് പോലീസിന്റെ വിളിയെത്തി. മകന് അപകടം പറ്റി റോഡരികിൽ കിടക്കുന്നു എന്ന് മാത്രമാണ് അവർ ആദ്യം പറഞ്ഞത്. ഉടനെ തന്നെ അമ്മയെ വിളിച്ചറിയിക്കുകയും ചെയ്തു. വിവരമറിഞ്ഞ അമ്മ റോസ്മേരി പാലായിലെ ജോലിസ്ഥലത്തു നിന്നും അങ്കമാലിയിലേക്ക് തിരിച്ചു. ഇതിനിടയിൽ പലവട്ടം അച്ഛനും റോസ്മേരിയും മകന്റെ ഫോണിലേക്ക് വിളിച്ചു നോക്കി. പ്രതികളുടെ കാറിന്റെ ബോണറ്റിൽ അള്ളിപ്പിടിച്ചു കിടക്കുന്നതിനിടയിൽ ബോണറ്റിനും ഗ്ലാസിനും ഇടയിലുള്ള ഭാഗത്ത് ഐവിന്റെ ഫോൺ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. പിന്നീട് പോലീസ് എത്തി പരിശോധിച്ച് ഫോൺ വീണ്ടെടുക്കുകയായിരുന്നു. അതിനുശേഷമാണ് തന്റെ മകൻ മരിച്ച വിവരം ആ മാതാപിതാക്കൾ അറിയുന്നത്. നായത്തോട് പ്രദേശം CSFകാർ കൂട്ടത്തോടെ വാടകയ്ക്ക് താമസിക്കുന്ന സ്ഥലമാണ്. ജനങ്ങൾക്ക് കാവലാകാൻ ഉത്തരവാദിത്തപ്പെട്ട സുരക്ഷാ ഉദ്യോഗസ്ഥർ തന്നെ യുവാവിനെ റോഡിലിട്ട് കൊലപ്പെടുത്തിയ കാഴ്ച നാട്ടുകാരെ ക്ഷോഭിതരാക്കി. ഐവിൻ ജിജോയുടെ മരണത്തിന് കാരണമായത് തലക്കേറ്റ പരിക്കാണ്. തല മതിലിലോ മറ്റോ ഇടിച്ചതായിട്ട് സംശയിക്കുന്നുണ്ട്. ശരീരത്തിൽ മറ്റു പരിക്കുകൾ ഉണ്ടെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. കേസിൽ CISF കോൺസ്റ്റബിൾ മോഹൻകുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വാഹനം ഓടിച്ചിരുന്ന CISF SI വിനയ് കുമാറിനെ അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും പോലീസ് കസ്റ്റഡിയിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. നേരത്തെ വിനയകുമാർ ദാസിനെയും മോഹൻകുമാറിനെയും CISF സസ്പെൻഡ് ചെയ്തിരുന്നു. ഫിസിയോതെറാപ്പിസ്റ്റ് ആണ് ഐവിന്റെ പിതാവ് ജിജോ ജെയിംസ്. മാതാവ് റോസ്മേരി പാല മാർസലീവ മെഡിസിറ്റിയിലെ നേഴ്സുമാണ്. സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം തുറവൂർ സെന്റ് അഗസ്റ്റർ പള്ളിയിൽ നടക്കും. അലീനയാണ് ഐവിന്റെ ഏക സഹോദരി. അപകട മരണമെന്ന് കരുതിയ സംഭവമാണ് പിന്നീട് കൊലപാതകമാണെന്ന് കണ്ടെത്തുന്നത്. സംഭവത്തിൽ CSSF ആഭ്യന്തര അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരള പോലീസുമായി പൂർണ്ണമായി സഹകരിക്കുമെന്നും ചെന്നൈയിലെ എയർപോർട്ട് ദക്ഷിണ മേഖല ആസ്ഥാനത്തു നിന്നും ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ R
പൊന്നി IPS പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു. നായത്തോട് ഭാഗത്ത് വെച്ച് CISF ഉദ്യോഗസ്ഥർ ഐവിനെ ഇടിച്ചു തെറിപ്പിക്കുകയും കാറിന്റെ ബോണറ്റിൽ 1 കിലോമീറ്ററോളം വലിച്ചു കൊണ്ടുപോകുകയും ചെയ്തിരുന്നു. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ജോലി ചെയ്യുന്നവരാണ് അറസ്റ്റിലായ വിനയ് കുമാർ ദാസും കോൺസ്റ്റബിൾ മോഹനും. ബീഹാർ സ്വദേശികളാണ് ഇരുവരും. കാർ ഓവർടേക്ക് ചെയ്യുന്നതിനിടെ ഉരസിയതാണ് തർക്കത്തിന് കലാശിച്ചത്. കാർ ഇങ്ങനെയാണോ ഓവർടേക്ക് ചെയ്യുന്നത് എന്ന ഐവിന്റെ ചോദ്യത്തിന് ഇങ്ങനെയായിരുന്നു CISF ഉദ്യോഗസ്ഥരുടെ മറുപടി. CISFുകാർ വാഹനം തിരിച്ചു കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോൾ ഐവിൻ തടസ്സം നിന്നു. ഇവരുടെ കാറിന്റെ മുന്നിൽ കയറി നിന്നു ഫോണിൽ ഇവരുടെ ദൃശ്യങ്ങൾ പകർത്തി. ഇതോടെ CISFുകാർ ഐവിനെ ഇടിച്ചു തെറിപ്പിച്ച് ബോണറ്റിലേക്കിട്ടു അതിവേഗത്തിൽ ഓടിച്ചു പാഞ്ഞു പോവുകയായിരുന്നു. ബോണറ്റിൽ പിടിച്ചുകിടന്ന് നിലവിളിച്ച ഐവിനെ അമിത വേഗത്തിൽ 1 കിലോമീറ്ററോളം ദൂരം ഓടിച്ചു. സഡൻ ബ്രേക്ക് ചെയ്ത് നിലത്തിട്ട് തള്ളിയിട്ട ശേഷം കാറ് കൊണ്ട് ഇടിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നാണ് FIRൽ പറയുന്നത്. ഐവിനെ അങ്കമാലിയിലെ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. സംഭവ സമയത്ത് പ്രതികൾ മദ്യപിച്ചിരുന്നതായി ദൃക്സാക്ഷി വെളിപ്പെടുത്തി.